ശേഷം ഇനി ഫ്ലോർ ടെസ്റ്റിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് തന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അത് തമിഴ്നാട്ടിലെ വനിതകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ്. ഒപ്പം മദ്യശാലകൾ ഉൾപ്പെടെ ഇപ്പോൾ അടച്ചുപൂട്ടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ചേർന്ന് നിൽക്കുന്ന, അതായത് തുടക്കത്തിൽ തന്നെ വിജയ് കൂടുതൽ ജനപ്രിയമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. മാത്രമല്ല ഇത്തരം ജനപ്രിയമായ തീരുമാനങ്ങളുമായി വിജയ് മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നതാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കാർത്തിക് പങ്കുവച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ 234 നിയമസഭാ അംഗങ്ങളുള്ള തമിഴ്നാട്ടിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 108 അംഗങ്ങളുടെ അംഗബലം ആയിരുന്നു വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ ആ അംഗബലം മതിയാകുമായിരുന്നില്ല. അതുമാത്രവുമല്ല, വിജയ് തന്നെ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു കയറിയ പശ്ചാത്തലത്തിൽ ഒരു മണ്ഡലം വിജയ് ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ വിജയുടെ അംഗബലം എന്നത് 107 ആണ്. അവിടെയാണ് മറ്റ് ചെറു പാർട്ടികളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടും കോൺഗ്രസിന്റെ പിന്തുണയോടും കൂടി സർക്കാർ രൂപീകരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ വിജയ്ക്ക് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം സഭയിൽ നേടാൻ സാധിക്കും. അതായത് വിജയ് വിശ്വാസ വോട്ട് തേടുമ്പോൾ വിജയ്ക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള 120 പേരുടെ പിന്തുണ മാത്രമല്ല, ഏതാണ്ട് 150 അംഗങ്ങളുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ആ കണക്കുകൾ എന്നത് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് നിയമസഭയിലെ ആകെ അംഗബലം എന്നത് നിലവിൽ 234 എന്നതാണ്. 234 പേർ ഉൾപ്പെടുന്ന സഭയിൽ എന്നാൽ ഇപ്പോൾ 234 അംഗങ്ങൾ ഇല്ല, മറിച്ച് 233 അംഗങ്ങൾ ആണ് സഭയിൽ ഇപ്പോഴുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ TVKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയ് 2 മണ്ഡലങ്ങളിൽ വിജയിക്കുകയും ഒരു മണ്ഡലത്തിൽ MLA എന്ന പദവി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ 234 നിന്ന് ഒരംഗത്തിന്റെ കുറവ്, അങ്ങനെ 233 എന്നതാണ്. ഇനി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണോ ആ അംഗങ്ങളുടെ 50%-ലധികം മെജോറിറ്റിയാണ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 117 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ്ക്ക് വേണ്ടത്. ഈ 117 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ വിജയ്ക്ക് നാളെ നടക്കുന്ന ഫ്ലോർ ടെസ്റ്റിൽ വിശ്വാസ വോട്ട് നേടാൻ സാധിക്കും എന്നതാണ്. നിലവിൽ വിജയെ പിന്തുണയ്ക്കുന്നവരുടെ ആകെ എണ്ണം പരിശോധിച്ചാൽ അത് 120 എന്നതിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് വിവരം. അതായത് മറ്റ് ചെറു പാർട്ടികൾ ഉൾപ്പെടെ പിന്തുണയ്ക്കുമ്പോൾ 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ്ക്ക് നിലവിൽ ഉള്ളത്. പക്ഷേ ഈ കണക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം എന്നതുകൂടി നമുക്ക് പരിശോധിച്ചു പോകാം. കാരണം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, വിജയെ സംബന്ധിച്ചിടത്തോളം പിന്തുണയ്ക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏതൊക്കെ എന്നതാണ് നമ്മൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TVKയുടെ 107 പേരുടെ അംഗബലം എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ 5, VCKയുടെ 2, CPIMന്റെ 2 അംഗങ്ങൾ, CPIയുടെ 2 അംഗങ്ങൾ, IUMLന്റെ 2 അംഗങ്ങൾ. ഇങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച 120 എന്ന അംഗബലത്തിലേക്ക് വിജയ് എത്തി നിൽക്കുന്നത് എന്നതാണ്. അപ്പോൾ തന്നെ കൃത്യമായൊരു മെജോറിറ്റി വിജയ്ക്ക് നേടാൻ സാധിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം 120 പേരുടെ പിന്തുണയുണ്ടായെങ്കിൽ അനായാസമായി സഭയിൽ മെജോറിറ്റി തെളിയിക്കാൻ സാധിക്കും. പക്ഷേ പല വിഷയങ്ങളിലടക്കം നമുക്ക് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ CPIയുടെയും CPIMന്റെയും ഒക്കെ നിലപാടുകൾ എന്ത് എന്നത് കണ്ടറിയുകയും ചെയ്യേണ്ടതാണ്. ഒപ്പം ഈ അംഗബലത്തിന്റെ കണക്കുകളിലേക്ക് വീണ്ടും വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് AIADMKയിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം ഉൾപ്പെടെ ആണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് വിജയുടെ മെജോറിറ്റി മാറുന്നു എന്ന കണക്കുകൾ പ്രസക്തമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച 120 പേരുടെ പിന്തുണ പറയുമ്പോൾ തന്നെ അതിൽ ഒരംഗം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പ്രഭാകർ എതിരില്ലാതെയാണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ സഭാ നടപടികൾ സ്പീക്കർ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് കുറയുന്നുണ്ട്. പക്ഷേ നിർണായകമാകുന്ന ഘട്ടത്തിൽ സ്പീക്കർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. എല്ലാ വിഷയങ്ങളിലുമല്ല. ഇനിയിപ്പോൾ എന്താണ് AIADMKയിൽ സംഭവിക്കുന്നത് എന്നതാണ്. നിലവിൽ AIADMKയുടെ അംഗബലം എന്നത് 47 ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ AIADMKയിൽ നിന്ന് 47 അംഗങ്ങൾ വിജയിച്ച് നിലവിൽ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ 47 അംഗങ്ങളുടെയും നേതാവ് എന്ന നിലയിലേക്ക് എടപ്പാടി പളനിസ്വാമിയെ ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നതാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ്. എടപ്പാടി പളനിസ്വാമി AIADMKയുടെ കക്ഷി നേതാവാകും എന്നതാണ്. പക്ഷേ സാഹചര്യം മാറി മറിയുന്നു. AIADMKയുടെ നേതാവായി കേവലം 17 പേർ മാത്രമാണ്
പ്രോട്ടേം സ്പീക്കറെ എടപ്പാടി പളനിസ്വാമിയാണ് ഞങ്ങളുടെ നേതാവ് എന്ന നിലയിൽ റിപ്പോർട്ട് നൽകിയത്. അവിടെയാണ് ഈ കണക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. അതായത് 47 പേരിൽ ഭൂരിഭാഗം അംഗങ്ങളും ഇപ്പോൾ വിമതപക്ഷത്താണ്. അതായത് SP വേലുമണി എന്ന നേതാവിനെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ നയങ്ങളും നിലപാടുകളും തെറ്റാണ് എന്ന് പറയുകയും അങ്ങനെ 30 പേർ ഇപ്പോൾ സ്പീക്കർക്ക് ഈ കത്ത് നൽകിയിരിക്കുന്നു. SP വേലുമണിയാണ് തങ്ങളുടെ നേതാവെന്നും ഈ SP വേലുമണിയുടെ നേതൃത്വത്തിൽ ഉള്ള മുന്നണി സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ AIADMK എന്നുമാണ് അവരുടെ അവകാശവാദം. ഇവിടെയാണ് നാളെ നടക്കാൻ പോകുന്ന വോട്ടെടുപ്പിൽ, അതായത് വിജയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉള്ള 120 അംഗങ്ങളുടെ പിന്തുണയ്ക്ക് ഒപ്പം ഈ 30 അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കും. ഇവിടെ നിന്ന് നമുക്ക് സ്പീക്കറെ മൈനസ് ചെയ്താൽ പോലും ഏതാണ്ട് 149 അംഗങ്ങളുടെ പിന്തുണയിലേക്ക് വിജയ് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ഒരു കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരുമായി സൂചിപ്പിക്കേണ്ടത്, നിലവിൽ ഈ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ ഉണ്ട് എന്നതാണ്. അതായത് AIADMK എന്ന ലേബലിൽ മത്സരിച്ച് വിജയിച്ചവർ ആണ് ഈ 30 പേരും. അതുകൊണ്ട് തന്നെ വിപ്പ് നൽകുകയും ഇവർ നിർബന്ധമായും വോട്ടെടുപ്പിൽ TVKക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഈ വിപ്പ് നിലനിൽക്കുകയും ചെയ്യും. കൂറുമാറ്റ നിരോധന നിയമം ഇവർക്ക് പ്രായോഗികമാവുകയും ചെയ്യും എന്നതാണ് ഈ രംഗത്തുള്ള ആളുകൾ നൽകുന്ന സൂചനകൾ. അത് മറികടക്കണമെങ്കിൽ 30 എന്നതിലേക്ക് 2 അംഗങ്ങൾ കൂടി, അതായത് 32 അംഗങ്ങൾ ഈ പക്ഷത്തേക്ക് വന്നാൽ പൊളിറ്റിക്കലി അവർ ആണ് മെജോറിറ്റിയായി നേടുക. കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ബാധകമല്ലാതെയാകും എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, മുന്നണി ഒന്നാകെ മാറുകയും ഒപ്പം പിന്തുണ നൽകുകയും ചെയ്താൽ മാത്രമാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം പ്രായോഗികമല്ലാതെ വരൂ എന്നും ഈ രംഗത്തുള്ളവർ പറയുന്നുണ്ട്. ഇത് കോടതി കൂടി തീരുമാനിക്കേണ്ടതാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ അവർ ഈ ഫ്ലോർ ടെസ്റ്റിൽ പിന്തുണയ്ക്കുമോ അതിനപ്പുറത്ത് സർക്കാരിന് പൂർണ്ണമായ ഒരു പിന്തുണ നൽകുന്ന തരത്തിലേക്കുള്ള ഉറപ്പാണോ നൽകിയിട്ടുള്ളത്? എന്താണ് സംഭവിക്കുക? അതിന് നമുക്ക് കാത്തിരിക്കാം. നാളെ വിജയ് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടുന്നതുവരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.